ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിഷൻ ക്രിയേഷൻസ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു മസാലപ്പൊടി ചേർത്തുണ്ടാക്കുന്ന ഒരു വഴുതനങ്ങ ഫ്രൈ ആണ്. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഇതിനു ആവശ്യമായ ഒരു സ്പെഷ്യൽ മസാലപ്പൊടി തയ്യാറാക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മസാലപ്പൊടി തയ്യാറാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ 200 ml കപ്പിന് 1 കപ്പ് ഉഴുന്നുപരിപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, എരിവുള്ള നല്ല 2 വറ്റൽമുളക്. ഇതെല്ലാം ഒരുമിച്ചിട്ടല്ല വറക്കേണ്ടത്, ഡ്രൈ റോസ്റ്റാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം സെപ്പറേറ്റ് ഇട്ടാണ് വറുത്തെടുക്കേണ്ടത്. ആദ്യം നമ്മൾക്ക് ഉഴുന്നുപരിപ്പ് വറുത്തെടുക്കാം. അതിനുശേഷം മല്ലി, പിന്നെ കുരുമുളക്, പിന്നെ മുളക്, ഇങ്ങനെ വറുത്ത് എല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ചെടുക്കണം. ഇതെല്ലാം കൂടി വറുത്ത് ഇവിടെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. നല്ല പൗഡർ പോലെ പൊടിക്കരുത്, കുറച്ച് തരിയോടുകൂടി മാത്രമാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത്. വഴുതനങ്ങ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഇതുപോലത്തെ വലിയ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് 1/2 കിലോ വഴുതനങ്ങ, അതായത് 500 ഗ്രാം വഴുതനങ്ങയാണ് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഇതുപോലെ 4ആയിട്ട് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത വഴുതനങ്ങ ഒരു 5 മിനിറ്റ് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വയ്ക്കണം. കാരണം വഴുതനങ്ങയുടെ കറ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴുകിയെടുത്തിരിക്കുന്ന വഴുതനങ്ങയിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ബാക്കി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലപ്പൊടി 6 ടേബിൾ സ്പൂൺ, പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മസാല പിടിക്കാനായിട്ട് അടച്ചു മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു തവയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വഴുതനങ്ങ തവയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ചു വെച്ചാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വഴുതനങ്ങയുടെ ഒരു സൈഡ് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആദ്യം ചെയ്തതുപോലെ തന്നെ മറിച്ചിട്ടതിന് ശേഷവും ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഫ്രൈ ചെയ്ത് തയ്യാറാക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും വ്യത്യസ്തവുമായിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലേക്ക് നമ്മൾക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള വഴുതനങ്ങയും ഫ്രൈ ചെയ്ത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്